ഗൈസ്, അപ്പോൾ വളരെയേറെ കാത്തിരുന്ന നമ്മുടെ ദിലീപ് ഏട്ടന്റെ ബബബ കണ്ടിരിക്കുകയാണ്. പടം ട്രെയിലറിൽ പറഞ്ഞ പോലെ തന്നെ നോ ലോജിക് ആണ്, ഒൺലി മാഡ്നസ് ആണ്. ആ വൈബിലാണ് പടം പോകുന്നത്. നമ്മുടെ ഈ അടുത്ത അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഇല്ലേ, അത് കുറച്ച് മലയാള സിനിമകളുടെയൊക്കെ പഴയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പൊട്ടി തട്ടി എടുത്ത ആ ഒരു മൂഡിലാണ് ഈ പടം ഉടനീളം അങ്ങോട്ട് പോണത്. പക്ഷെ പടം എനിക്ക് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. നമ്മൾ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വരുമ്പം ദിലീപിന്റെ എൻട്രി കാര്യങ്ങൾ അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറെ കോമഡി എന്നും പറഞ്ഞ് എന്തൊക്കെയോ വളിപ്പും അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ ശോചനീയമായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടപ്പെട്ട ലാസ്റ്റത്തെ ഒരു ഇന്റർവെല്ലിലേക്ക് പോണതിന് മുമ്പുള്ളൊരു ഫൈറ്റ് ഉണ്ട്, അത് കൊള്ളായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു തണുത്തുറച്ച സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഭയങ്കര ഒരു 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 ഞാൻ പറഞ്ഞ പോലെ ശോചനീയമായ സെക്കൻഡ് ഹാഫിൽ പോയപ്പോഴാണ് മക്കളെ നമ്മുടെ ലാലേട്ടന്റെ വരവ്. സംഭവം പറയാലോ, ലാലേട്ടനാണ് സിനിമ തൂക്കിയത്. ലാലേട്ടന്റെ വരവോടുകൂടി ഇത് ദിലീപിന്റെ പടമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു. ആജാതി തൂക്കാർന്നു ലാലേട്ടൻ വന്നിട്ട്. ലാലേട്ടന്റെ ആ ഒരു വരവ് ഈ പടം സെക്കൻഡ് ഹാഫിലേക്ക് എങ്ങനെ പോകണമെന്നറിയോ? പടം ഒന്ന് ലോ ആവുമ്പോ ലാലേട്ടനെ കൊണ്ടുവരും. ലാലേട്ടന്റെ എൻട്രി, അയ്യോ അങ്ങേര് അവിടെ കിടന്ന് പൂണ്ട് വിളയാടുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഒക്കെ ഉണ്ട്. എന്നാ രസമാണെന്നറിയാം ഈ പ്രായത്തിലും അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണേ. പറയാലോ, സെക്കൻഡ് ഹാഫിൽ അങ്ങനെ പോകുമ്പോൾ ലാലേട്ടൻ വരും, ഒന്ന് തൂക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയി പടം ഒന്ന് സ്ലോ ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴേത്തിനും, സ്ലോ ഇൻ ദ സെൻസ് ഇനി കുറെ വളിപ്പിലേക്കൊക്കെ പോകുമ്പോഴേത്തിനും വീണ്ടും ലാലേട്ടനെ കൊണ്ടുവരും. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഫുൾ പിടിച്ചെടുത്തിരുന്നത് ലാലേട്ടനാണെന്ന് തന്നെ പറയാം. ഈ സിനിമ മൊത്തത്തിൽ പിടിച്ചെടുക്കുന്നത് ലാലേട്ടനാണ്. സംഭവം ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാം, ദിലീപിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ലതായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പടം ഇനി അങ്ങോട്ട് ലോങ് റൺ കിട്ടുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പടം ഓടി കത്തണുണ്ടെങ്കിൽ അത് ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം അങ്ങയുടെ ഓറ, എൻ്റെ മോനെ സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഒരു ഓറയുണ്ട്. ഓഫ്, ആജാതി സ്ക്രീൻ പ്രസൻസ്. നമ്മൾ നായകൻ ഏതാന്ന് തന്നെ മറന്നു. ആ ലെവല് സാധനമായിരുന്നു പടം. പിന്നെ ഇതില് കുറെ ബോംബിട്ട് വണ്ടി തറക്കണ സീനൊക്കെ ഉണ്ട്, അത് ഭയങ്കര കോമഡിയാ. നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കണ്ടു നോക്ക്. അപ്പം എനിക്കിത്രയാണ് പറയാനുള്ളത് സിനിമയെ കുറിച്ച്. ദിലീപിന്റെ പെർഫോമൻസ് വൈസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പല സ്ഥലത്തും വളിപ്പും ഭയങ്കര ഒരു ശോചനീയമായ രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളും ഒക്കെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ചിലയിടത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയതും ഉണ്ടായിരുന്നു. പറഞ്ഞാലും ലാലേട്ടൻ ഇല്ലെങ്കിൽ ഈ പടം എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു പടമായിരുന്നു.